Good morning, students. Our next topic is SDLC, Software Development Life Cycle. Okay. Then, what is SDLC? The path through which a software moves from its inspection to retirements, usually referred to as life cycle of a software. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ടു റിട്ടയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെയുള്ള, ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ റിക്വയർമെൻറ്റ് അനാലിസിസ് അല്ലേ, തുടക്കം അവിടെ നിന്നല്ലോ റിക്വയർമെൻറ്റ് ഗ്യാതറിങ്. അപ്പോൾ അവിടുന്ന് തൊട്ടിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെയുള്ള ആ ഒരു പാത്ത്. അപ്പോൾ അത് ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെയൊക്കെ മൂവ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മളെ പ്രൊഡക്റ്റ് കിട്ടും. ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ ഈ SDLC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. SDLC is a framework defining tasks performed at each step in the life cycle of software development process. SDLC എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫ്രെയിംവർക്കാണ്. അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ടാസ്ക്കാണ് പെർഫോം ചെയ്യേണ്ടത് അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ഫേസസിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ റിക്വയർഡ് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈഡ് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് സ്റ്റെപ്പ് നമ്മളെടുക്കുന്ന ടാസ്കുകൾ, അപ്പോൾ എന്തൊക്കെ ടാസ്കുകളാണ് ഓരോരോ സ്റ്റേജിലും പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് SDLC. SDLC is a process followed for a software project within a software organization. It consists of a detailed plan describing how to develop, maintain, replace, and alter or enhance a specific software. അപ്പോൾ SDLC is a process followed for a software projectന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ശരിക്കും SDLC ഒരു സോഫ്റ്റ്വെയർ ഓർഗനൈസേഷനിൽ. ഈ SDLC കൺസിസ്റ്റ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനാണ്. എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ റീപ്ലേസ് ചെയ്യാം, എങ്ങനെ ഓൾട്ടർ ചെയ്യാം, എങ്ങനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാം, കുറച്ചുകൂടെ നല്ലൊരു രീതിയിലേക്കാക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള പ്രതിപാദിക്കുന്ന ഒരു പ്രോസസ്സാണ് SDLC, ഒരു ഫ്രെയിംവർക്കാണ്. ഓക്കെ, the following figure is a graphical representation of the various stages of a typical SDLC. ഒരു ടിപ്പിക്കൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ വേരിയസ് സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് പ്ലാനിങ്, ദെൻ ഡിഫൈനിങ്, ദെൻ ഡിസൈനിങ്, ദെൻ ബിൽഡിങ്, ടെസ്റ്റിംഗ് ആൻഡ് ലാസ്റ്റ് ദ ഡിപ്ലോയ്മെൻറ്റ്. ഓക്കെ, ആൻഡ് എഗെയിൻ ഡിപ്ലോയ്മെൻറ്റ്, വീണ്ടും ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് ആണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ എന്നുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ കസ്റ്റമർ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു പ്രൊഡക്റ്റ് ആണോ നമ്മൾ കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നത് ഡിപ്ലോയ്മെൻറ്റിലാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് വീണ്ടും റിക്വയർമെൻറ്റ്സ് അവർ ഉദ്ദേശിച്ച രീതിയിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ്ങിലേക്ക് പോകുന്നത്, ലൈഫ് സൈക്കിൾ. ഓക്കെ, let us check each stage or each step in the SDLC in detail. The first one is planning and requirement analysis. Requirement analysis is the most important and fundamental stage in SDLC. SDLCയിലുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് എന്തെങ്കിലും റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. It is performed by the senior members of the team with inputs from the customer, the sales department, market surveys, and domain experts
in the industry. ഈ റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുന്നത് ഒരു ഓർഗനൈസേഷനിലുള്ള സീനിയർ മെമ്പേഴ്സ് ആയിരിക്കും. ആ സീനിയർ മെമ്പേഴ്സാണ് ഈ കസ്റ്റമറായിട്ട് അവരുടെ ഇൻപുട്ട് തരുന്നതും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മാർക്കറ്റ് സർവീസിനും ഡൊമൈൻ എക്സ്പേർട്സിനൊക്കെ എന്ത് ചെയ്യുന്നത്, വിവരങ്ങൾ ശേഖരിക്കുന്നത്. പ്ലാനിംഗ് ഫോർ ദ ക്വാളിറ്റി അഷുറൻസ് requirements and identification of the risk associated with the project is also done in the planning stage. ഈ ഒരു പ്ലാനിങ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രൊജക്റ്റിംഗ് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ക്വാളിറ്റി എഷുർ ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ഈ സ്റ്റേജിലാണ്. ശരിക്കും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സമയത്ത് കോഡിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ്. അത് വളരെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആരാണോ ഇത് ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ഇത് പ്ലാനിങ് ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ്. ഇതിൽ ഏതെങ്കിലും ഒരു വീഴ്ച വ്യക്തി ഈ ഒരു സ്റ്റേജിൽ ഏതെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിസൈഡ് ഔട്ട്പുട്ട് ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അതുകൊണ്ട് പ്ലാനിങ് ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള stage for to develop a software. And the next stage is defining requirements. First സ്റ്റേജിൽ നമ്മൾ പ്ലാൻ ചെയ്തു, റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്തു അല്ലേ. ഇവിടെ ഡിഫൈനിങ് റിക്വയർമെൻറ്റ്സ്. വൺസ് ദ റിക്വയർമെൻറ്റ് അനാലിസിസ് ഡൺ, ഒരിക്കൽ നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ അടുക്കൽ നിന്ന് മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ അടുക്കൽ നിന്നൊക്കെ നമുക്ക് റിക്വയർമെൻറ്റ്സ് ലഭിച്ചു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്ലിയർലി ഡിഫൈൻ ആൻഡ് ഡോക്യുമെൻറ്റ് ദ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഗെറ്റ് ദം അപ്രൂവ്ഡ് ഫ്രം ദ കസ്റ്റമർ ഓർ ദി മാർക്കറ്റ് അനലിസ്റ്റ്. ദിസ് ഈസ് ഡൺ ത്രൂ ആൻ SRS, a software requirement specification document, which consists of all the product requirements to be designed and developed during the project life cycle. അപ്പോൾ നമുക്ക് ഈ റിക്വയർമെൻറ്റ് അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിഫൈനിങ് റിക്വയർമെൻറ്റ്സ്. നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റിന് അനുയോജ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർലി അവിടെ ഡിഫൈൻ ചെയ്യുന്നു, ക്ലിയർലി ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഈ ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ക്ലിയർലി ഡിഫൈൻ ചെയ്യാനും ഡോക്യുമെൻ്റ് ചെയ്യുന്നതും നമ്മൾ SRSലൂടെയാണ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റിലൂടെയാണ് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നതും ഡോക്യുമെൻ്റ് ചെയ്യുന്നതും. ഓക്കെ, ഈ SRSലൂടെയാണ്. ഈ SRS ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിനിടയിലാണ് ഇതുണ്ട്. ദിസ് ഇസ് ഡൺ ത്രൂ ആൻ SRS. ഓക്കെ, SRS document which consists of all the product requirements. ആ SRSലാണ് SRS includes, SRSനകത്ത് എന്താ ഉള്ളത്, നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് SRSലുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള റിക്വയർമെൻറ്റ്സും ക്ലിയർലി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്, SRSലാണ്. ഓക്കെ, and the third stage is designing the product architecture. SRS is the reference for product architects to come out with the best architecture for the product to be developed. Based നമ്മുടെ ഈ SRSൻ്റെ അകത്ത് SRS വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് SRS. അതൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നു ഫോർ പ്രൊഡക്റ്റ് ആർക്കിടെക്ട്സിന് ഒരു ബെസ്റ്റ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ്സ് സ്പെസിഫൈഡ് ഇൻ SRSൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് ആർക്കിടെക്ട്സിന് ഒരു ബെസ്റ്റ് ആർക്കിടെക്ചർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, based on the requirements specified in SRS, usually more than one design approach, ഒന്ന് കൂടുതൽ ഡിസൈൻ അപ്രോച്ച് for the product architecture is proposed and documented in a DDS,
ഡിസൈൻ ഡോക്യുമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അപ്പം സ്റ്റേജ് 2 നമുക്ക് കിട്ടുന്ന SRS ഇസ് ദ ഇൻപുട്ട് ഓഫ് സ്റ്റേജ് 3. ആ SRSൻ്റെ അകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബെസ്റ്റ് ആർക്കിടെക്ചർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. 1 or more ഡിസൈൻ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തേക്കാം പ്രൊഡക്റ്റ് ആർക്കിടെക്ചർ. ആ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്, DDSലാണ്, ഡിസൈൻ ഡോക്യുമെൻറ്റ് സ്പെസിഫിക്കേഷനാണ് അത് പറയുക. This DDS is reviewed by all the important stakeholders and based on various parameters as risk assessment, product robustness, design modularity, budget and time constraints, and the best design approach is selected for the product. അപ്പോൾ ഈ DDSൽ മോർ ദാൻ 1 ഡിസൈൻ അപ്രോച്ച് ഉണ്ടാകും. അപ്പോൾ ഈ DDS ഇമ്പോർട്ടൻ്റ്, ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് മുഴുവൻ ഇത് കാണുകയും അത് റിവ്യൂ ചെയ്യുകയും ചെയ്യും. അവരുടെ റിവ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് ഒരു ബെസ്റ്റ് ഡിസൈൻ അപ്രോച്ച് സെലക്ട് ചെയ്യുന്നത്. പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഡിസൈൻ അപ്രോച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫ്രം DDS. And the stage 4 is building or developing the product. In the stage of SDLC, the actual development starts and the product is built. അപ്പോൾ ഈ സ്റ്റേജിലാണ്, സ്റ്റേജ് 4ലാണ്. കാരണം സ്റ്റേജ് 3ൽ നമുക്ക് DDS ലഭിച്ചു അല്ലേ, ഏത് ഡിസൈനാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇവിടെയാണ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, the programming code is generated. പ്രോഗ്രാമിംഗ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതും ആസ് പെർ DDS ഡ്യൂറിങ് ദി സ്റ്റേജ്. DDS നമുക്ക് സ്റ്റേജ് 3ൽ ലഭിക്കുന്നതാണ് DDS. ആ DDSലാണ് നമ്മൾ അത് വളരെയധികം സ്യൂട്ടായിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് DDS ഡോക്യുമെൻറ്റിലുണ്ട്. ആ DDS ഡോക്യുമെൻറ്റ് പ്രകാരം നമ്മൾ ആക്ച്വൽ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേജ് 4ലാണ് ത്രൂ ദി കോഡിംഗ്. If the design is performed in detail and organized manner, code generation can be accomplished without much hassle. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് ഡിസൈൻ ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്കും നന്നായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഓർഗനൈസ്ഡ് മാനറിൽ DDSൽ നമ്മുടെ ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് കോഡ് ജനറേഷൻ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, and the stage 5 is testing the product. This stage is usually a subset of all the stages as in the modern SDLC models. The testing activities are mostly involved in all the stages of SDLC. However, this stage refers to the testing only stage of the product, where product defects are reported, tracked, fixed and retested until the product reaches the quality standards defined in the SRS. അപ്പോൾ ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ടെസ്റ്റിംഗ് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ച്വലി SDLCൻ്റെ എല്ലാ സ്റ്റേജസിലും ഒരു ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SDLCൻ്റെ എല്ലാ സ്റ്റേജസിലും നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ബട്ട് ഇൻ ദിസ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ടെസ്റ്റിങ്ങിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഏറ്റവും മോർ ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കുന്നത് ടെസ്റ്റിങ്ങിനാണ്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും, അത് ട്രാക്ക് ചെയ്യുക, ഫിക്സ് ചെയ്യുക, റീടെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഒരു ക്വാളിറ്റി, ഏത് തരത്തിലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുള്ള ഒരു പ്രൊഡക്റ്റാണോ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മൾ SRSൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിഫക്ട്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റിംഗ്. ഇതിൽ മെയിൻ എന്താണ്, ടെസ്റ്റിംഗ് ഓൺലി സ്റ്റേജാണ്. ഓക്കെ, ബട്ട് എല്ലാ സ്റ്റേജസിലും എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻ ദി സ്റ്റേജ് 5ൽ ടെസ്റ്റിംഗ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. ടെസ്റ്റിംഗ് ഓൺലി സ്റ്റേജ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റിംഗ് ഓൺലി സ്റ്റേജ്. ഓക്കെ, and the stage 6 is deployment in the market and maintenance. അപ്പോൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ആണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് ഇൻ ദ മാർക്കറ്റ്. വൺസ് ദ പ്രൊഡക്റ്റ് ഈസ് ടെസ്റ്റഡ് ആൻഡ് റെഡി ടു ബി ഡിപ്ലോയ്ഡ്, ഇറ്റ് ഈസ് റിലീസ്ഡ് ഫോർമലി ഇൻ ദ അപ്രോപ്രിയേറ്റ് മാർക്കറ്റ്. അപ്രോപ്രിയേറ്റ് മാർക്കറ്റിൽ നമ്മൾ റിലീസ് ചെയ്യാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫോർമലി. Then based on the feedback,
The product may be released as it is or with suggested enhancement in the targeting market segment. അപ്പോൾ ഇതൊരു ഫോർമലി ആയിട്ട് നമ്മൾ ഒരു അപ്രോപ്രിയേറ്റ് മാർക്കറ്റിൽ റിലീസ് ചെയ്തിട്ട് ദെൻ ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് റിലീസ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന എല്ലാവരുടെടുത്തും നമുക്ക് ഈ എന്ത് കിട്ടുന്നില്ല, പ്രൊജക്റ്റ് ലഭിച്ചിട്ടില്ല. ഒരു അപ്രോപ്രിയേറ്റ് മാർക്കറ്റിൽ മാത്രം നമ്മളത് റിലീസ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് നോക്കിയിട്ട് വേണം ഇത് ഈ പ്രോഡക്റ്റ് ഇതുപോലെ തന്നെ അങ്ങ് റിലീസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതും, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ എൻഹാൻസ്മെൻറ്റ് ആവശ്യമാണ്, കൂടുതൽ കുറച്ചുകൂടി നന്നാക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അത് മാറ്റങ്ങൾ വരുത്തുകയും മെയിൻ്റനൻസ് വരുത്തുകയും ചെയ്യേണ്ടതാണ്. After the product is released in the market, its maintenance is done for the existing customer base. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് റിലീസ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ആവശ്യമാണോ എന്നൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ SDLCയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് 6 സ്റ്റേജസ് കഴിഞ്ഞു. ദെൻ എ ടിപ്പിക്കൽ SDLC ഫ്രെയിംവർക്ക് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഒരു SDLCയിൽ ഉണ്ടാകുക? സിസ്റ്റം ഇനീഷ്യേഷൻ ഓർ പ്ലാനിങ്, റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ഓർ പ്രോട്ടോടൈപ്പിംഗ്, മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, പാർട്ടീഷൻ ആൻഡ് സെലക്ഷൻ, ബിൽഡ് ബൈ ഓർ റീയൂസ് ചെയ്യണോ, ആർക്കിടെക്ചറൽ ഡിസൈൻ ആൻഡ് കോൺഫിഗറേഷൻ സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് കോമ്പോണൻറ്റ് ഡിസൈൻ സ്പെസിഫിക്കേഷൻ, and component implementation and debugging, software integration and testing, documentation, revision and system delivery, deployment and installation, training and use, and the 12th one, software maintenance. These are all the activities performed in SDLC. And the next is SDLC is descriptive or prescriptive. Descriptive എന്ന് പറഞ്ഞാൽ വിത്ത് ഡിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പറയുന്നത് എന്താണ്, ഇങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് എന്നൊക്കെയല്ലോ. ഓക്കെ, എ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ രണ്ടും കൂടിയാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ ക്യാൻ ബി ഐദർ എ ഡിസ്ക്രിപ്റ്റീവ് ഓർ പ്രിസ്ക്രിപ്റ്റീവ് ക്യാരക്ടറൈസേഷൻ ഓഫ് ഹൗ സോഫ്റ്റ്വെയർ ഈസ് ഓർ ഷുഡ് ബി ഡെവലപ്ഡ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ ഡിസ്ക്രിപ്റ്റീവ് ആണോ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് ആണോ എന്ന് പറയാൻ പറ്റുക. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് വിത്ത് ഡിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് വിത്ത് വി ആർ ടെല്ലിങ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്, നോട്ട് ഡിസ്ക്രിപ്ഷൻ. ആൻഡ് ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. A descriptive model describes the history of how a particular software system was developed. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ദ ഹിസ്റ്ററി ഓഫ് എ ഹൗ പെർട്ടിക്കുലർ സിസ്റ്റം software system was developed. It may be used as the basis for understanding and improving software development processes. Software development process improve ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും യൂസ് ചെയ്യാം. Or for building empirically grounded prescriptive models ബിൽഡ് ചെയ്യാനും ഉപയോഗിക്കാം. ഓക്കെ, വിത്ത് ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രിപ്റ്റീവ് മോഡൽ എന്ന് പറഞ്ഞാൽ വിത്ത് ഡിസ്ക്രൈബ്സ് എവറിത്തിങ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് എ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് എന്താണ് ഹിസ്റ്ററി. എ പ്രിസ്ക്രിപ്റ്റീവ് മോഡൽ പ്രിസ്ക്രൈബ്സ് ഹൗ എ ന്യൂ സോഫ്റ്റ്വെയർ സിസ്റ്റം ഷുഡ് ബി ഡെവലപ്ഡ്. Prescriptive models are used as guidelines or frameworks to organize and structure how software development activities should be performed and in what order. Popular prescriptive SDLC models includes waterfall model, iterative model, spiral model, V model and Big Bang model. അപ്പോൾ ഇതിനകത്ത് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് വാട്ടർഫോൾ മോഡലിലൊക്കെ നമ്മൾ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടുള്ളതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. ബട്ട് ഡിസ്ക്രിപ്റ്റീവിൻ്റെ അകത്ത് എന്തായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അതിൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി എഴുതിയതാണ്. ഇത് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹിസ്റ്ററി എഴുതുന്നില്ല, എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിൻ്റെ ചെറിയൊരു പ്രിസ്ക്രിപ്ഷൻ മാത്രം. ഓക്കെ.